ഇന്ന് ഒരു ഐതിഹ്യ കഥ പറയാം. ബുദ്ധഭിക്ഷുണിയായ മാലിയും കോലത്തിരി രാജാവും. കോലത്തിരി രാജവംശം സ്ഥിതി ചെയ്തിരുന്ന കോലത്തുനാട്ടിലെ കൊട്ടാരത്തിന് ഏതാണ്ട് സമീപത്തായി നിലനിന്നിരുന്ന ഭിക്ഷുണി മന്ദിരത്തിൽ അക്കാലത്ത് യൗവനയുക്തയും സുന്ദരിയുമായ ഒരു ഭിക്ഷുണി താമസിച്ചിരുന്നു. രാജകൊട്ടാരത്തിൽ ചിരപരിചയം സിദ്ധിച്ച ആ സന്യാസിനിക്ക് രാജാന്തഃപുരത്തിൽ ഏതു സമയത്തും സമയം നോക്കാതെ കയറി ചെല്ലുന്നതിന് തടസ്സമുണ്ടായിരുന്നില്ല. അവരുടെ വാക്കും പ്രവൃത്തിയും ഒന്നുപോലെ കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങൾക്ക് തൃപ്തികരമായിരുന്നതുകൊണ്ട് അവരെ കാണാതിരിക്കുക എന്നത് അവർക്ക് സങ്കടകരമായിട്ടാണിരുന്നത്. തന്മൂലം ഭിക്ഷുണിയെ ഏതു നേരത്തും കൊട്ടാരത്തിലെ അന്തഃപുരത്തിൽ കാണാം. എങ്കിലും ഭിക്ഷുണിയുടെ കിടപ്പും ഇരിപ്പും താമസവുമെല്ലാം ഭിക്ഷുണി മന്ദിരത്തിൽ തന്നെ ആയിരുന്നു. മന്ദിരത്തിൽ നിത്യവുമെന്ന പോലെ ബുദ്ധഭിക്ഷുക്കളും ഭിക്ഷുണികളും വന്നും പോയുമാണിരുന്നത്. മാലി എന്നു പേരായ ആ ഭിക്ഷുണിയാണ് നിയമേന അതിഥികളെ സൽക്കരിക്കുന്നതിനും അവരോട് കുശല പ്രശ്നങ്ങൾ ചെയ്യുന്നതിനും മുന്നിട്ടു നിന്നിരുന്നതെന്ന് വിശേഷിച്ചു പറയേണ്ടതായിട്ടില്ല. മാലിയുടെ സൽക്കാര വാക്കുകളും ആദരണീയങ്ങളായ ചര്യകളും അതിഥികളെ ആനന്ദപരവശരാക്കി തീർത്തിരുന്നതുകൊണ്ട് അതിഥികളിൽ ചിലർ ഒന്നും രണ്ടും ചിലപ്പോൾ അതിലധികവും ദിവസം ആ ഭിക്ഷുണി മന്ദിരത്തിൽ തന്നെ താമസിച്ചു എന്നും വരാം. എന്നാൽ ഇങ്ങനെയുള്ള താമസം കൊണ്ട് ഭിക്ഷുക്കളിലോ ഭിക്ഷുണിയിലോ അന്യഥാ ശങ്ക ആർക്കും തന്നെ ഉണ്ടായിരുന്നതുമില്ല. അങ്ങനെയിരിക്കുന്ന കാലത്ത് സുഭകനായ ഒരു ബുദ്ധ ഭിക്ഷു ആ ഭിക്ഷുണി മന്ദിരത്തിൽ സന്ദർശനാർത്ഥം വന്നു ചേർന്നു. പ്രഥമ ദർശനത്തിൽ തന്നെ ഭിക്ഷുണിക്ക് അയാളോടും അയാൾക്ക് ഭിക്ഷുണിയോടും ഒരു മമതാബന്ധം ഉണ്ടായി. എന്നാൽ ഇത് രണ്ടുപേരും ഉള്ളിൽ ഒതുക്കി വെച്ചതല്ലാതെ വെളിപ്പെടുത്തിയില്ല. സൽക്കാരങ്ങൾ പതിവിലധികം കേമമായി തന്നെയാണ് അന്നു നടന്നത്. ഉള്ളിൽ തോന്നിയ വിചാരം പ്രവൃത്തി രൂപത്തിൽ പുറമെ പ്രകാശിക്കാൻ തുടങ്ങിയപ്പോൾ മാലി യുവ ഭിക്ഷുവിനോട് സന്താന ലാഭത്തിനായി അഭ്യർത്ഥിച്ചു. മുന്നും പിന്നും നോക്കാതെ യുവ ഭിക്ഷു അതിന് വഴിപ്പെടുകയും ചെയ്തു. അല്പദിവസത്തിനുള്ളിൽ ഈ വാർത്ത നാട്ടുകാരുടെ ഇടയിൽ പാട്ടായും തീർന്നു. ഭിക്ഷുവിനോ ഭിക്ഷുണിക്കോ ഇതൊന്നും കൊണ്ട് യാതൊരു കുലുക്കവും ഉണ്ടായില്ല. കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങൾക്ക് മാലിയുടെ ഈ വ്യതിയാനത്തിൽ സന്തോഷമേ ഉണ്ടായുള്ളൂ. എന്തെന്നാൽ പേറും പിറപ്പുമായി തങ്ങളെപ്പോലെ കഴിയുന്നെങ്കിൽ അതായിരിക്കുമല്ലോ അങ്ങനെയുള്ളവർക്ക് ഇഷ്ടം. അവരും ആ ഭിക്ഷുവിനെ പാത്തും ഒളിച്ചും ഓരോ സ്ഥലത്തുനിന്ന് കണ്ട് കൃതാർത്ഥരായി. നല്ല ചേർച്ച, തുല്യ സൗന്ദര്യം, പ്രായവും ജീവിത സമ്പ്രദായവും സമം, ഇതാണ് ദൈവഹിതം. ഭഗവാൻ ബുദ്ധൻ ഇതിന് വിരോധിയാകില്ല. അന്യോന്യ ദുഃഖം അത് അദ്ദേഹം സഹിക്കയില്ല. പരസ്പരാനുരാഗം കൊണ്ടുണ്ടാകുന്ന മനസ്സന്തോഷം, അതിലാണ് അദ്ദേഹത്തിന് ആനന്ദം. അതുകൊണ്ട് ഈ സംഗതി തെറ്റെന്ന് വന്നു കൂടുന്നില്ല. മാലി ഗർഭിണിയായി. അതേ അവസരത്തിൽ കോലത്തിരി രാജവംശത്തിലും ഒരു തമ്പുരാട്ടിയെ ഗർഭം ധരിച്ചിരുന്നു. ഇരുവരും അന്യോന്യ സൗഹാർദ്ദത്തോടുകൂടി കഴിയുന്നവരുമാണ്. ഗർഭം ക്രമാനുഗതമായി പരിപുഷ്ടി പ്രാപിച്ചു. 10ാം മാസത്തിൽ ഭിക്ഷുണി വിഹാരത്തിൽ വെച്ചും തമ്പുരാട്ടി കോവിലകത്തു വെച്ചും ഒരേ ദിവസം ഒരേ സമയത്തിൽ ഓരോ കുട്ടികളെ പ്രസവിച്ചു. രണ്ടും ആൺകുട്ടികൾ, രണ്ടും ഏതാണ്ട് ഒരേ തരത്തിലുള്ള ശിശുക്കൾ. നോക്കണേ ഈശ്വരന്റെ കളി. ഇതിൽ ഈശ്വരൻ എന്തോ ഉദ്ദേശമുണ്ടെന്ന് വേണം വിചാരിക്കാൻ. അതെന്താണെന്നുള്ളത് ആ സർവശക്തനു മാത്രമേ അറിഞ്ഞുകൂടൂ. അജ്ഞരായ നമുക്കെങ്ങനെ അറിയാം? പ്രസവാനന്തരം മാലിക്കൊരു വിചാരം, തൻ്റെ പുത്രൻ ഭരണാധികാരിയായ രാജാവാകണമെന്ന്. അതെങ്ങനെ നടക്കും, എങ്ങനെ നടത്താം എന്നിങ്ങനെയുള്ള വിചാരം നിമിത്തം അവൾക്ക് അന്നു രാത്രി ഉറക്കം വന്നില്ല. കുറെ അധിക നേരം അങ്ങനെ കിടന്നതിനു ശേഷം മാലി ശിശുവിനെയും എടുത്തുകൊണ്ട് കോവിലകത്തേക്ക് പോയി. എന്താണ് ഉദ്ദേശമെന്ന് അവൾക്ക് മാത്രമേ അറിഞ്ഞുകൂടൂ. കോവിലകത്തു ചെന്ന അവൾ തമ്പുരാട്ടി പ്രസവിച്ചു കിടക്കുന്ന മുറിക്കകത്ത് കയറി തൻ്റെ ശിശുവിനെ തമ്പുരാട്ടിയുടെ അടുത്ത് കിടത്തിയിട്ട് തമ്പുരാട്ടിയുടെ ശിശുവിനെയും എടുത്തുകൊണ്ട് തിരിച്ചു പോരുകയും ചെയ്തു. മാലി രാജശിശുവിനെ സ്വന്തം ശിശുവിനെ എന്ന പോലെ വളർത്തിക്കൊണ്ടുവന്നു. മാലിയുടെ ശിശുവിനെ കോവിലകത്തും അതുപോലെ തന്നെ. ഒരു ക്ഷാത്ര തേജസ് ഉണ്ടെങ്കിൽ മാത്രമേ രാജ്യം കൈക്കലാക്കാനും ഭരിക്കാനും സാധിക്കുകയുള്ളൂ എന്ന വിചാരമായിരിക്കാം. അല്ലെങ്കിൽ രാജാവാകുന്ന ആൾ ബുദ്ധമതം പ്രചരിപ്പിക്കണം. ഇതായിരിക്കാം മാലിയെ ഇതിനു പ്രേരിപ്പിച്ചത്.
രാജഗൃഹത്തിൽ വളർന്ന മാലിയുടെ ശിശു ശാന്തനും ജീവകാരുണ്യമുള്ളവനുമായിട്ടാണ് കാണപ്പെട്ടത്. എന്നാൽ രാജശിശു ബുദ്ധവിഹാരത്തിൽ ക്ഷാത്ര തേജോയുക്തനായി കാണപ്പെട്ടു. ചെറുപ്പം മുതൽക്കു തന്നെ കയ്യൂക്കു കാണിക്കണമെന്നും മറ്റുള്ളവർ തന്റെ അധികാരം ആദരിക്കണമെന്നും മറ്റും ബാലിയുടെ പുത്രൻ ശാഠ്യം പിടിക്കുന്നത് കണ്ടുകൊണ്ടിരുന്ന ആളുകൾ, ഇവനൊരു ക്ഷത്രിയ ബാലൻ തന്നെ, ഇവൻ നാടുഭരിക്കാൻ യോഗ്യനാണ്, നേരെ മറിച്ച് കൊട്ടാരത്തിൽ ഈ പ്രായത്തിൽ തന്നെ ഒരു കൊച്ചു തമ്പുരാനുണ്ടല്ലോ, അദ്ദേഹം വെറും ശാന്തൻ, മറ്റു കുട്ടികളെ നുള്ളി നോവിക്കാൻ പോലും അദ്ദേഹത്തിന് വിഷമമാണ്, നേരെ മറിച്ചായിരുന്നു വേണ്ടത്, ഇങ്ങനെ വരാൻ ഹേതുവെന്ത് എന്നും മറ്റും അഭിപ്രായങ്ങൾ പറയുവാൻ തുടങ്ങി. വാസ്തവ സ്ഥിതിയുണ്ടോ ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുള്ളൂ? യൗവനാവസ്ഥയിൽ തന്നെ മാലിയുടെ പുത്രൻ ഭരണാധികാരിയായി. മാതാവ് ബുദ്ധമതാവലംബിനിയായതുകൊണ്ട് പുത്രനും ആ മതത്തിലായിരുന്നു വിശ്വാസം. രാജ്യത്ത് പല പരിഷ്കാരങ്ങളും അദ്ദേഹം നടപ്പിൽ വരുത്തി. അതിനെല്ലാം തനിക്ക് സഹായകമായി മാലിയാൽ വളർത്തപ്പെട്ട രാജപുത്രനും വലം കൈയായിട്ടുണ്ടായിരുന്നു. പ്രധാനമന്ത്രി ബുദ്ധമതം നാട്ടിലാകെ പ്രചരിപ്പിക്കണമെന്നുള്ളതായിരുന്നു ശാന്തനായ രാജാവിന്റെ ആഗ്രഹം. അതിനുവേണ്ടി ഭരണകാലം മുഴുവൻ അദ്ദേഹം അശ്രാന്ത പരിശ്രമം ചെയ്തു. നാടുകൾ തോറും ബുദ്ധക്ഷേത്രങ്ങളും വിഹാരങ്ങളും അദ്ദേഹം പണിയിച്ചു. കേരളത്തിൽ ആദ്യമായി ഒരു ബുദ്ധവിഹാരം പണിയിച്ചത് ആ രാജാവാണെന്ന് വിചാരിക്കേണ്ടിയിരിക്കുന്നു. കേരളത്തിന്റെ വടക്കേയറ്റത്തുള്ള ഏഴിമലയിൽ മാടായി എന്നൊരു സ്ഥലവും അവിടെ ഒരു മുസ്ലിം പള്ളിയും ഉണ്ട്. അതിനോടടുത്താണ് പ്രസ്തുത വിഹാരം സ്ഥാപിക്കപ്പെട്ടത് എന്നാണ് കരുതപ്പെടുന്നത്. ആ സ്ഥലത്തിന് അദ്ദേഹം നാസംഗപുരം എന്ന് പേരും കൊടുത്തിരുന്നു പോലും.